ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ ദറ്റ്, THAT, ദറ്റ് എന്ന് പറഞ്ഞാൽ അത്, ആ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്, അതാണ് ദറ്റ് എന്ന് പറയില്ലേ, അതാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്, അതിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ ഈ ദാറ്റിന് ഇനിയൊരു യൂസുമുണ്ട്. നാളെ അവധിയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. നാളെ സ്കൂൾ അവധിയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. എന്ന് ടീച്ചർ പറഞ്ഞു, അത് എന്ന് പറയില്ല, എന്ന്. അങ്ങനെയുള്ളൊരു മീനിങ് കൊണ്ട് ദാറ്റിന്. ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മലയാളം ഇംഗ്ലീഷ് ജെയിംസ്, ആൻഡ് ഐ എം ജെയിംസ്. എല്ലാവരും ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ഈ ദറ്റിനുള്ള പല മീനിങ്ങിൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മീനിങ് ആണ്. സെൻറ്റൻസ് ഫോർമേഷൻ ഒത്തിരി ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നാളെ അവധിയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. എന്ന്, അതാണ് ദാറ്റ്. ഇന്നത്തെ വീഡിയോ ടോപ്പിക് അതാണ് ദാറ്റ്. ടീച്ചർ ടോൾഡ് ദാറ്റ് ടുമോറോ ഈസ് ഹോളിഡേ. നാളെ അവധിയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ പുറകിൽ നിന്ന് മുമ്പോട്ട് പറഞ്ഞു വരണം. ടീച്ചർ പറഞ്ഞു എന്ന് നാളെ അവധിയാണ്. ടീച്ചർ ടോൾഡ് ദാറ്റ് ടുമോറോ ഈസ് എ ഹോളിഡേ. ഇത് ഗ്രാമറിൽ പറയുമ്പോൾ ഇതിനെ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയും. നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ, രണ്ട് സെൻറ്റൻസിനെ ചേർത്ത് ഇണച്ച് വയ്ക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കാണ് ഇവിടെ. അത് എന്നുള്ള മീനിങ് അല്ല. ദാറ്റിന് അതിൽ നിന്ന് മീനിങ് അല്ല. എന്ന് പറയുമ്പോൾ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് ഗ്രാമറിൽ പറയും. നമ്മളിപ്പോൾ ഗ്രാമർ ഒന്നും ആലോചിക്കേണ്ട, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞാൽ മതി ആദ്യം. ഇത് ഗ്രാമർ ക്ലാസ് അല്ല, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം, മലയാളത്തിലുള്ളത് ഇംഗ്ലീഷ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നീ നല്ലവനാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ പുറകിൽ നിന്ന് മുമ്പോട്ട് അച്ഛൻ പറഞ്ഞു എന്ന് നീ നല്ലവനാണ്. ഡാഡി ടോൾഡ് ദാറ്റ് യു ആർ ഗുഡ് പേഴ്സൺ. ഡാഡ് ടോൾഡ് ദാറ്റ് യു ആർ എ ഗുഡ് പേഴ്സൺ, അത്രയേ ഉള്ളൂ. നീ നല്ലവനാണ് എന്ന് അച്ഛൻ പറഞ്ഞു. പുറകിൽ നിന്നുള്ള സെൻറ്റൻസ് മുമ്പിലോട്ട് വരണം. അച്ഛൻ പറഞ്ഞു എന്ന് നീ നല്ലവനാണ്. ഡാഡ് ടോൾഡ് ദാറ്റ് യു ആർ എ ഗുഡ് പേഴ്സൺ. എനിക്ക് ഒത്തിരി പനിയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഒത്തിരി പനിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയില്ല. ഡോക്ടർ പറഞ്ഞു എന്ന് എനിക്ക് ഒത്തിരി പനിയാണ്, വളരെ കൂടുതൽ പനിയാണ്. അപ്പോൾ ഡോക്ടർ ടോൾഡ് ദാറ്റ്, അല്ലെങ്കിൽ ഡോക്ടർ സെഡ് ദാറ്റ് I have high fever. Doctor said that I have high fever. ഭക്ഷണം വളരെ രുചിയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. ഇതെങ്ങനെ പറയും? ഒന്ന് ട്രൈ ചെയ്തേ. എല്ലാവരും പറഞ്ഞു എന്ന് ഭക്ഷണം വളരെ രുചിയാണ്. എല്ലാവരും പറഞ്ഞു എന്ന് ഭക്ഷണം ഒത്തിരി രുചിയാണ്. അതെങ്ങനെ? Everyone told that food is tasty. എവ്രി വൺ അല്ലെങ്കിൽ എവ്രി വണ്ണും പറയാം, എവ്രിബഡിയും പറയാം. എവ്രി വൺ ടോൾഡ് ദാറ്റ് ഫുഡ് ഈസ് ടേസ്റ്റി, അല്ലെങ്കിൽ എവ്രിബഡി ടോൾഡ് ദാറ്റ് ഫുഡ് ഈസ് ടേസ്റ്റി. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കണം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കണം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഇതെങ്ങനെ പറയും? അച്ഛൻ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കണം, അങ്ങനെ വരും. ഡാഡ് ടോൾഡ് മീ ദാറ്റ് I must live my life. Dad told me that I must live my life. എല്ലാവരും പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട് എന്ന് അധ്യാപകർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. എല്ലാവരും പരീക്ഷയിൽ പാസ്സായി എന്ന് ടീച്ചർ സ്റ്റുഡൻസിനോട് പറഞ്ഞു. ഇതെങ്ങനെ പറയും? ടീച്ചർ സ്റ്റുഡൻസിനോട് പറഞ്ഞു എന്ന് എല്ലാവരും പരീക്ഷയിൽ പാസ്സായി, അങ്ങനെ പറയണം. Teacher told the students that all have passed. Teacher told the students that everyone has passed. Everyone has passed. All have passed. Teacher told the students that all have passed in the exam. All have passed in the exam. ടിക്കറ്റിൻ്റെ വില 20 രൂപയാണ് എന്ന് കണ്ടക്ടർ പറഞ്ഞു. ടിക്കറ്റിൻ്റെ വില 20 രൂപയാണ് എന്ന് കണ്ടക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയും? കണ്ടക്ടർ പറഞ്ഞു എന്നോട് ടിക്കറ്റിൻ്റെ വില 20 രൂപ. ദി കണ്ടക്ടർ ടോൾഡ് മീ ദാറ്റ്
ദി ടിക്കറ്റ് ഫെയർ അല്ലെങ്കിൽ ടിക്കറ്റ് കോസ്റ്റ്, FARE ഫെയർ അല്ലെങ്കിൽ COST കോസ്റ്റ്. ദി ടിക്കറ്റ് ഫെയർ ഈസ് 20 rupees. The conductor told me that the ticket fare is 20 rupees. നിങ്ങളൊരു ഡോക്ടറാണ് എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളൊരു ഡോക്ടറാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഇതെങ്ങനെ പറയും? ഞാൻ വിചാരിച്ചു എന്ന് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു എന്ന് നിങ്ങളൊരു ഡോക്ടറാണ്, അങ്ങനെ പറയണം. ഐ തോട്ട് ദാറ്റ്, ചിന്തിച്ചു. ഐ തിങ്കോടെ പാസ്റ്റ് തോട്ട്. ഐ തോട്ട് ദാറ്റ് യു ആർ എ ഡോക്ടർ. ഐ തോട്ട് ദാറ്റ് യു ആർ എ ഡോക്ടർ. പറയട്ടെ. ഐ തോട്ട് ദാറ്റ് യു ആർ എ ഡോക്ടർ. ഐ തോട്ട് ദാറ്റ് യു ആർ എ ഡോക്ടർ. ഞങ്ങളുടെ വീട് വിൽക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ വീട് വിൽക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എങ്ങനെ പറയും? ഞങ്ങൾ തീരുമാനിച്ചു എന്ന് ഞങ്ങളുടെ വീട് വിൽക്കണം. വി ഡിസൈഡഡ് ദാറ്റ്. ഞങ്ങൾ തീരുമാനിച്ചു എന്ന്. വി ഡിസൈഡഡ് ദാറ്റ് വി മസ്റ്റ് സെൽ അവർ ഹൗസ്. വി ഷുഡ്, മസ്റ്റും പറയാം ഷുഡും പറയാം. വി ഷുഡ് സെൽ അവർ ഹൗസ്. വി ഡിസൈഡഡ് ദാറ്റ് വി ഷുഡ് സെൽ അവർ ഹൗസ്. പയ്യെ പറയട്ടെ. വി ഡിസൈഡഡ് ദാറ്റ് വി ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യുക. വി മസ്റ്റ് സെൽ അവർ ഹൗസ്. നാളെ അവധിയായിരിക്കും എന്ന് മാനേജർ അറിയിച്ചു. നാളെ അവധിയായിരിക്കും എന്ന് മാനേജർ അറിയിച്ചു. ഇതെങ്ങനെ പറയും? മാനേജർ അറിയിച്ചു എന്ന് നാളെ അവധിയായിരിക്കും എന്ന് പറയണം. ദി മാനേജർ ഇൻഫോംഡ് ദാറ്റ് ടുമോറോ വിൽ ബി എ ഹോളിഡേ. നാളെ അവധിയായിരിക്കും, ഇപ്പോൾ ഫ്യൂച്ചറിലാണ്. മാനേജർ ഇൻഫോംഡ് ദാറ്റ് ടുമോറോ വിൽ ബി എ ഹോളിഡേ. ദി മാനേജർ ഇൻഫോംഡ് ദാറ്റ് ടുമോറോ വിൽ ബി എ ഹോളിഡേ. മാനേജർ അറിയിച്ചു എന്ന് നാളെ അവധിയായിരിക്കും. ദി മാനേജർ ഇൻഫോംഡ് ദാറ്റ് ടുമോറോ വിൽ ബി എ ഹോളിഡേ. വിശ്രമിക്കണം എന്ന് അമ്മ പറഞ്ഞു. ഞാൻ വിശ്രമിക്കണം എന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു എന്ന് ഞാൻ വിശ്രമിക്കണം. ഇതെങ്ങനെ പറയും? അമ്മ പറഞ്ഞു എന്ന്. മം സെഡ് ദാറ്റ് ഐ മസ്റ്റ് റെസ്റ്റ്. ഐ മസ്റ്റ് അല്ലെങ്കിൽ ഐ ഷുഡ് റെസ്റ്റ്. മം സെഡ് ദാറ്റ് ഐ ഷുഡ് റെസ്റ്റ്. ഫ്രണ്ട്സ്, ഈ ദാറ്റിൻ്റെ പുതിയ ഒരു പ്രയോഗമാണ് എന്ന്. ഇതും ഉപയോഗിച്ച് ഇങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്ത് കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരാളുടെ അടുത്തെങ്കിലും സെൻറ്റൻസ് ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വെരി സൂൺ യു വിൽ ടോക്ക് എക്സലൻറ്റ് ഇംഗ്ലീഷ്. ദി പബ്ലിക് വിൽ ബി അസ്റ്റോണിഷ്ഡ് ടു സീ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ജനങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേട്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കും, അത്ഭുതപ്പെട്ട് നിൽക്കും, അല്ലേ? പ്രാക്ടീസ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്. ഇറ്റ്സ് ജസ്റ്റ് ലാംഗ്വേജ്. പ്രാക്ടീസ് ആൻഡ് യു വിൽ ബി എക്സലൻറ്റ് ആൻഡ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇതുപോലെ ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വരുന്നത്. അതും മറക്കാണ്ട് ഫോളോ ചെയ്യുക. Till I see you in the next video. Bye bye from your James. God bless you all.